അടിവാരത്തെ അടിപൊളി കഥകൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതിൻ്റെ ഏറ്റവും കിടലിനായിട്ടുള്ള രണ്ടാമത്തെ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ കൊൽക്കത്ത ഹൈദരാബാദ് പോരാട്ടം. ഹൈദരാബാദിനെ ഒരു കുറഞ്ഞ സ്കോറിൽ ഒതുക്കുകയും കൊൽക്കത്ത അത് ചേസ് ചെയ്യുകയും ചെയ്തു. വരുൺ ചക്രവർത്തിയുടെ പ്രകടനം നിർണായകമാറി. ബാറ്റിങ്ങിലും ബൗളിങ്ങിലുമുള്ള ഒരു പ്രകടനത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി IPL ഇൻട്രസ്റ്റിംഗ് ആകാൻ വേണ്ടിയിട്ട് പോകുന്ന അടുത്ത വേർഷനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അടിവാരത്തുള്ള ടീമുകൾ, മുകളിൽ സ്വപ്നം കണ്ടുറങ്ങുന്ന ടീമുകൾക്ക് മുകളിലേക്ക് നിറയൊഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാഴ്ചകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിലവിൽ ടോപ്പ് 4 ഏറ്റവും ശക്തമായ മത്സരത്തോടുകൂടി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രകടനത്തോടുകൂടി മുൻപിൽ നിൽക്കുന്ന 4 ടീമുകളുണ്ട്. പഞ്ചാബ്, ബാംഗ്ലൂര്, ഹൈദരാബാദ്, രാജസ്ഥാൻ റോയൽസ്. ഇവർ 4 പേരും ശക്തമായ സാന്നിധ്യം നിലവിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ താഴെ തട്ടിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഒതുക്കിക്കളയുന്ന കുറച്ച് ടീമുകളുണ്ട്. നിലവിൽ പ്ലേ ഓഫ് സാധ്യതകൾ കംപ്ലീറ്റ്ലി ഇല്ലാതായിരിക്കുന്ന മുംബൈ ഇന്ത്യൻസ്, അതുപോലെ ഇനിയുള്ള ഓരോ വിജയങ്ങളും പ്ലേ ഓഫ് സാധ്യതകൾ ഉണർത്താൻ സാധ്യതയുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ലക്നോ, ഗുജറാത്ത്, ഡൽഹി തുടങ്ങിയ ടീമുകൾ. ഇതിൽ ഗുജറാത്ത് ഒരു സേഫ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. പക്ഷെ മറ്റോരോ ടീമുകളുടെയും മുകളിലേക്കുള്ള യാത്ര മറ്റ് പല മുകളിലുള്ള ടീമുകളുടെയും ഉറക്കെടുത്താൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. ഹൈദരാബാദ് ഇപ്പോഴും 3-ാം സ്ഥാനത്ത് തന്നെ ഉണ്ട്, കൊൽക്കത്ത 8-ാം സ്ഥാനത്തുമാണ്. പക്ഷേ ഇനി താഴെ തട്ടിലുള്ള ഓരോ ടീമുകളുടെയും വിജയങ്ങൾ, അവർ കംപ്ലീറ്റ്ലി എല്ലാ മത്സരങ്ങളും വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മുകളിലേക്കുള്ള ഓരോ ടീമുകളുടെയും പ്ലേ ഓഫ് സാധ്യതകൾക്ക് അല്ലെങ്കിൽ ടോപ്പ് 2 സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ ഈ ഒരു മത്സരത്തെക്കുറിച്ചിട്ടല്ല എനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത്, അടിവാരത്തിന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കൂട്ടടിയെ കുറിച്ചിട്ടാണ്. അടിവാരത്തുള്ള ഇപ്പോൾ ടോപ്പ് 4 ടീം ഒഴിച്ച് ബാക്കി 6 ടീമുകളെ ഞാൻ അടിവാരം എന്ന് പറയുകയാണെങ്കിൽ, അടിവാരത്തുള്ള പ്രകടനത്തിൽ നിന്ന് ടോപ്പ് 4ലേക്ക് ഏതൊക്കെ ടീമിനെ താഴെ പിടിച്ചിട്ടിട്ട് ഏതൊക്കെ ടീമുകൾ മുകളിലേക്ക് പോകുമായിരിക്കും. മുംബൈ ചിത്രത്തിൽ നിന്ന് ഔട്ടാണെന്നറിയാം. എൻ്റെ മനസ്സിൽ ലക്നോയും ഈ ചിത്രത്തിൽ നിന്ന് ഔട്ടാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 8 ടീമുകളെ മാത്രം വെച്ചിട്ടാണെങ്കിലും പറഞ്ഞോ, ഏതൊക്കെ ടീമുകളായിരിക്കും ടോപ്പ് 4ലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്? നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് പോരട്ടെ. ലക്നോയെ ഉപേക്ഷിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് തോന്നുന്നത് ഏതൊക്കെയാണോ അത് കമൻറ്റ് ബോക്സിൽ പറയണേ.